പരിപ്പൊന്നും ചേർക്കാതെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയെടുത്താലോ. സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. ഇതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാൻ ആവശ്യമായ പുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറിയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്ത പച്ചക്കറിയെല്ലാം ചെറു കഷ്ണങ്ങളാക്കി ചതുരത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാമ്പാറിലേക്ക് ഇടാനുള്ള എല്ലാ പച്ചക്കറികളും ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത പച്ചക്കറി വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കണം. പച്ചക്കറിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് സാമ്പാറിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ചേർക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ സാമ്പാർ പൗഡർ. ഏകദേശം 3 സ്പൂൺ സാമ്പാർ പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഈ മിക്സ് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി സാമ്പാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് സാമ്പാർ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം സാമ്പാറിലേക്ക് ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുപ്പത്ത് വെച്ച് സാമ്പാർ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കാവണം. അരിപ്പൊന്നും ചേർക്കാതെ നല്ല തിക്നെസ്സോടുകൂടി അടിപൊളി ടേസ്റ്റിൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. ഉണ്ടാക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.